ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടതാണ്. അപ്പോൾ അത് തയ്യാറാക്കണേക്കാളും മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത് 7 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം 8 കഷ്ണം കുടംപുളി 1 കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് പുളി ഇടാണ്ട് ഈ വെള്ളം മാത്രമാണ് മീൻ കറിയിലോട്ടേക്ക് ഇടുന്നത്. അപ്പോൾ അത് ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ അതിലോട്ടേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം, കറിവേപ്പില 3 തണ്ട്, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 1 ഉണ്ട അതിട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഒരു 100 ഗ്രാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ ചൂടാക്കി വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ടേക്ക് ഒരു 3 കപ്പ് ഓളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് കൂടിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കൂടി ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് ഒന്നും കൂടി ഒരു 10-15 മിനിറ്റും കൂടി നമുക്കിത് ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കരുത്, ചെറുതായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയോടൊപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.